എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ NTPC 2026 നോട്ടിഫിക്കേഷൻ എന്ന് നമ്മുടെ അടുത്ത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല, 2025 NTPC എക്സാമിനേഷൻ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ ടയർ 2 എക്സാം ഓൾറെഡി കഴിഞ്ഞു. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ ടയർ 2 എക്സാം ആണ് കഴിയാനായിട്ടുള്ളത്. 2025 കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുട്ടികൾ കുറെ പേരെങ്കിലും ചോദിക്കുന്നുണ്ട്, 2026 പരീക്ഷ എന്നായിരിക്കും, 2026 നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ളത് ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതും അതുവഴി NTPC എന്ന് പറയുന്ന പരീക്ഷയുടെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ NTPC പരീക്ഷയുടെ യോഗ്യതകൾ, ഇതെല്ലാം ഒന്ന് നോക്കി കാണുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്തുകൊണ്ട് NTPC പരീക്ഷ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, NTPC എന്താണ്? NTPC എന്ന് പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്നാണ് അർത്ഥം. RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള എക്സാംസ്, അതിനെ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് NTPC എക്സാം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ, റെയിൽവേയിലുള്ള ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ ഇതിനകത്താണ് വരുന്നത്. ക്ലറിക്കൽ പോസ്റ്റുകൾ ഇതിനകത്താണ് വരുന്നത്. ടിക്കറ്റ് കളക്ടർ പോലെയുള്ള പോസ്റ്റുകളൊക്കെ ഇതിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഇതിനകത്താണ് വരുന്നത്. ഗുഡ്സ് ട്രെയിൻ മാനേജർ ഇതിനകത്താണ് വരുന്നത്. ട്രെയിൻസ് ക്ലർക്ക് ഇതിനകത്താണ് വരുന്നത്. അങ്ങനെ നമ്മുടെ നോൺ ടെക്നിക്കൽ ജോലി അല്ലെങ്കിൽ സ്വഭാവമുള്ള ജോലികളെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് ഒരു പരീക്ഷയായി കണ്ടക്ട് ചെയ്യുന്ന ആ എക്സാമിന്റെ പേരാണ് NTPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി റെയിൽവേയിൽ NTPCയിൽ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയർലി എക്സാംസ് 2024 മുതൽ ആനുവൽ കലണ്ടർ ഇട്ട് വർഷാവർഷം കൃത്യമായിട്ട് പരീക്ഷ നടത്തുന്ന ഒരു എക്സാം ആണ് NTPC എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, NTPC അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പാരലലി പ്രിപ്പയർ ചെയ്യുന്ന മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. ഒന്ന് ചിലർ ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം, ചിലർ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കാം, ചിലർ കേരള PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കാം. എന്നാൽ ഈ പരീക്ഷകളെല്ലാമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വിഷയം എവിടെ പഠിക്കാനില്ല നിങ്ങൾക്ക്? റെയിൽവേയുടെ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് അവിടെ ആകെ പഠിക്കാൻ വരുന്നത് മാത്സ്, അതുപോലെ തന്നെ റീസണിങ്, അതുപോലെ തന്നെ സയൻസ്, അതുപോലെ തന്നെ GK. ഈ 4 വിഷയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ CGL പോലെയുള്ള എക്സാം, നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പോലെയുള്ള എക്സാമിനെ പോലെ ഇവിടെ എന്തില്ല? ഇവിടെ ഇംഗ്ലീഷ് പഠിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇല്ല. ഇനി താരതമ്യേന എളുപ്പമാണെന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ CGL അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, സയൻസ്, GK ഇത്രയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള പ്രാവീണ്യം വേണം. ഇത്രയും വിഷയങ്ങളിലുള്ള പ്രാവീണ്യം നിങ്ങൾക്ക് വേണം. നിങ്ങൾ കേരള PSC എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കണം, മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, സയൻസ് പഠിക്കണം, GK പഠിക്കണം, അല്ലെ, കമ്പ്യൂട്ടർ പഠിക്കണം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ടാവും. സിലബസ് വളരെ വാസ്റ്റ് ആണ്, കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. RRBയിൽ ഓഫ് കോഴ്സ് കോമ്പറ്റീഷൻ കൂടുതലാണ്, ഓൾ ഇന്ത്യ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷയാണ്. പക്ഷെ താരതമ്യേന പഠിക്കേണ്ട സിലബസ് ചെറുതാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ജോലിയിൽ എത്താനായിട്ട് സാധിക്കും. ഇനി CHSLന് അവിടെ ഈക്വലന്റ് ആയിട്ട് നമ്മുടെ SSC CHSLന് ഈക്വലന്റ് ആയിട്ട് +2 യോഗ്യതയുള്ള ആൾക്കാർക്ക് ഇവിടെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് NTPC ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഏകദേശം ഞാൻ അതിന്റെ ഒരു അപ്പുറത്ത് SSCക്ക് എങ്ങനെയാണ് ഇക്വലന്റ് അതനുസരിച്ചിട്ടാണ് ഞാൻ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ NTPC പോലുള്ള ഒരു പരീക്ഷ വർഷാവർഷം കണ്ടക്ട് ചെയ്യുമ്പോൾ ഡിഗ്രിയോ +2ഓ ഉള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അറിയേണ്ടതുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരീക്ഷ എഴുതേണ്ടതുണ്ട്. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് എല്ലാ വർഷവും നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒഴിവ് എങ്ങനെയാണ്? നമുക്ക് ഇതിന്റെ ഒരു വാക്കൻസീസിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, 2024 NTPC എക്സാം വിളിച്ച സമയത്ത് ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ് ലെവലിന്റെ, അതായത് ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റിന്റെ ഒരു ഒഴിവാണ്. 8113 ഒഴിവുകളിലേക്കാണ് ഗ്രാജുവേറ്റ് 24 വിളിച്ചത്. അണ്ടർ ഗ്രാജുവേറ്റ് 3446 +2 ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഡിഗ്രി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ 8000ഉം 3000ഉം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ 11,000 ഒഴിവുകളാണ് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് NTPCക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. അത് 2025 ആയപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിലെ ഒഴിവിന് കാര്യമായിട്ടുള്ള ഒരു കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 5800ലേക്ക് വരുന്നു. 3050 ആണ് അണ്ടർ ഗ്രാജുവേറ്റ് ഏകദേശം ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത്. 3000ൽ മുകളിൽ ഒഴിവുകളിലേക്കാണ് നിൽക്കുന്നത്. 2026ലും നമുക്ക് അത്യാവശ്യം ഒഴിവുകൾ എക്സ്പെക്ട് ചെയ്യാം. എന്തുകൊണ്ട്? 2026ൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നമ്മൾ ഒന്ന് തുലനം ചെയ്ത് നോക്കണം. നമ്മളൊന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് കമ്പാരിസന് വേണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
അസിസ്റ്റന്റ് ലോ പൈലറ്റ് എക്സാം 2025 നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോൾ 9,000 ഒഴിവാണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ വർഷം 11,700 ഒഴിവാണ് വന്നിട്ടുള്ളത്. എല്ലാ വർഷവും എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഒഴിവ് കുറയുമെന്ന് പറഞ്ഞിട്ട് പോലും ALPക്ക് ഒഴിവ് കൂടി. ടെക്നീഷ്യൻ എക്സാം 6,200 ആയിരുന്നു 2025, ഈ തവണ 6,500 ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ജൂനിയർ എഞ്ചിനീയർ എക്സാം കഴിഞ്ഞ വർഷം 2,500 ചില ഒഴിവുകളിലേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഈ വർഷം 4,100 ഒഴിവുകളോളം ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ 25-നേക്കാൾ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എല്ലാ പരീക്ഷകളിലും 26-ലെ പരീക്ഷകൾക്കാണ് ഉയർന്ന ഒഴിവ് ഉള്ളത്. സോ NTPCയിലും ഇതേ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 2025-നെ അപേക്ഷിച്ച് ഒഴിവ് കൂടാനുള്ള ഒരു സാധ്യത കൂടെ അവിടെയുണ്ട്. സാധ്യതയാണ്, ഞാൻ അത് ഉറപ്പിച്ച് പറയുന്നില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് അത് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ട്രെൻഡ് അങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പൊ NTPC പരീക്ഷ എന്താണെന്നും എന്തുകൊണ്ട് NTPCക്ക് പഠിക്കണം എന്നുള്ളതും അതിന്റെ വേക്കൻസീസ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി 2026-ന്റെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒരു ഇതുവരെയുള്ള ഒരു പോക്ക് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ALP 2026-ന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി പുറത്തു വന്നു. 11,700 ഒഴിവുകളിലേക്ക് ALP 2026 നോട്ടിഫിക്കേഷൻ വന്നു. അപ്ലിക്കേഷൻ വിൻഡോ നിങ്ങൾ അപ്ലൈ ചെയ്യണവർക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 2, ടെക്നീഷ്യൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 6,500-ൽ പരം ഒഴിവുകളിലേക്കായിട്ടാണ് ടെക്നീഷ്യൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ടെക്നീഷ്യൻസ് എന്ന് പറയുന്നതിന്റെ കാരണം 2 പോസ്റ്റിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1, അത് ലെവൽ 5 പോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഉയർന്ന സാലറി ഉള്ള, പേ സ്കെയിൽ ഉള്ള, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ITI ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റാണ്. അത് രണ്ടും കൂടെ ചേർത്ത് 6,500 ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇനി സെക്ഷൻ കൺട്രോളറിന്റെ നോട്ടിഫിക്കേഷൻ ജൂലൈ 15-ാം തീയതി അങ്ങ് അടുത്തെത്തി. ജൂലൈ 15-ാം തീയതി നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 120 ഒഴിവുകൾ മാത്രമാണ് സെക്ഷൻ കൺട്രോളറിലേക്ക് ഉള്ളത്. പക്ഷെ 120 ഒഴിവ് എന്ന് പറയുന്ന ആ പോസ്റ്റ്, ഒരു ഒറ്റ സിംഗിൾ പോസ്റ്റിലേക്ക് മാത്രം എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം നല്ല ഒഴിവ് തന്നെയാണ്. ആ പോസ്റ്റിന്റെ സ്വഭാവവും ആ പോസ്റ്റിന്റെ ഒരു പ്രൊമോഷൻ സാധ്യതയും അതിന്റെ ഒരു കരിയർ ഗ്രോത്തും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒഴിവ് തന്നെയാണ്. ഇനി ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ഇൻഡിക്കേറ്റീവ് നോട്ടീസ് ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട്. 4,198 വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസീസ് ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അപ്പൊ ഇത്രയും നോട്ടിഫിക്കേഷൻസ്, ഒരു 4ഓളം നോട്ടിഫിക്കേഷൻസിന്റെ സാധ്യതകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിനർത്ഥം 2026-ലെ NTPC നോട്ടിഫിക്കേഷൻ ആണ് ഇനി വരാനുള്ളത്. അല്ലെങ്കിൽ അതിന്റെ വേക്കൻസി ചാർട്ടും നോട്ടിഫിക്കേഷന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് അറിയാനായിട്ട് ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോയുമായിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. 2026-ന്റെ NTPCയുടെ സാധ്യതകൾ, NTPCയുടെ നോട്ടിഫിക്കേഷൻ തുടങ്ങിയ സംഭവങ്ങൾ എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. NTPC 2026, അതിന് മുന്നേ ഒരു കാര്യം കൂടെ, ടെക്നീഷ്യൻസ് 2026-ന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. നോട്ടിഫിക്കേഷൻ വിൻഡോ ലൈവ് ആണ്. നിങ്ങളുടെ കൈവശം ഡിപ്ലോമ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൈവശം ITI ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ എക്സാമിന് അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ കാണുന്നതിൽ ഡിപ്ലോമയോ ITI ഉള്ള കുട്ടികളുണ്ടെങ്കിൽ ഈ അവസരം മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ മാസം കൂടെ ഉണ്ട്. ജൂലൈ ഏകദേശം 29-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ടെക്നീഷ്യൻ എക്സാമിന്. അപ്പോൾ ITIയോ ഡിപ്ലോമയോ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ആ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. അത് സൈഡ് നോട്ടായിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞു എന്ന് മാത്രം. ഇനി NTPC എക്സാമിനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പരീക്ഷകളാണ് നിങ്ങൾക്ക് അവിടെ വരാനായിട്ട് പോകുന്നത്. ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും. ഇതിന് മുന്നേ, അതായത് ആനുവൽ കലണ്ടർ ഒക്കെ ഇട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ 2019-ലാണ് ഇതിന് മുന്നേ നോട്ടിഫിക്കേഷൻ കണ്ടക്ട് ചെയ്തിരുന്നത്. അന്ന് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും കൂടെ ഒറ്റ പരീക്ഷയായിട്ടാണ് കണ്ടക്ട് ചെയ്തത്. ഇപ്പൊ 2 പരീക്ഷയാണ്. അതിന്റെ ഗുണം എന്താ? പരീക്ഷകളുടെ എണ്ണം കൂടുന്തോറും സാധ്യതകൾ കൂടും. ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയിൽ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഗ്രാജുവേറ്റ് ലെവലിന്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെയുള്ള UR EWS കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡിഗ്രിയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് A2 മുതൽ C2 വരെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഓരോ പോസ്റ്റിനും എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ അതിന്റെ സാധ്യതകളും അതിന്റെ മെഡിക്കൽ രീതികളും ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾ OBC NCL-കാരാണെന്നുണ്ടെങ്കിൽ 18 തൊട്ട് 36ഉം, SC ST-കാരാണെങ്കിൽ 18 തൊട്ട് 38 വരെയുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അണ്ടർ ഗ്രാജുവേറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏജ് ബാർ കുറച്ചുകൂടെ താഴത്തേക്ക് വരുന്നു. 18 മുതൽ 30 വയസ്സാണ് വരുന്നത്. യോഗ്യത, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ +2 ആയിട്ട് ചുരുങ്ങുന്നു. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ A2 മുതൽ C2 വരെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡിലുള്ള ആളുകൾക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് NTPC പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. NTPC പരീക്ഷയുടെ സാധ്യതകളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ ALPയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു, അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആയി. ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ ജൂൺ 30-ാം തീയതി വന്നു, ജൂലൈ 29-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
ജൂലൈ 15 സെക്ഷൻ കൺട്രോൾ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ മോസ്റ്റ് പ്രോബബ്ലി ജൂലൈ എൻഡിലോ ഓഗസ്റ്റിലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ NTPC എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റ് പകുതിയോടുകൂടിയോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടിയോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓഗസ്റ്റ് അവസാനമാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസത്തിൽ നിന്നും ഒരു 4 മാസം അങ്ങ് കൂട്ടിയേക്കാം. അപ്പോൾ ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 8ാം മാസമാണ് അല്ലെ. അവിടെ നിന്ന് 4 മാസം കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ടയർ എക്സാം എക്സ്പെക്ട് ചെയ്യണം. 120 ദിവസം 130 ദിവസമൊക്കെയാണ് മാക്സിമം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ടയർ എക്സാമിന് കിട്ടുള്ളൂ. അപ്പൊ 2026 NTPC എക്സാം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങണം. പുസ്തകം എടുത്തു വെക്കണം, സിലബസ് മനസ്സിലാക്കണം, സിലബസിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കണം. അവിടെ നിന്ന് പഠിച്ചു തുടങ്ങേണ്ട സമയം ആരംഭിച്ചിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു അല്ലെ. ഇനി അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ RRB NTPCയുടെ CBT 1 ആൻഡ് CBT 2 2026 കോംബോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. NTPC CBT 2 എക്സാം വരെയാണ് ഇതിന്റെ വാലിഡിറ്റി വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോഴ്സിന്റെ പ്രത്യേകത എന്താണ്? NTPC എന്ന് പറയുന്ന ഈ പരീക്ഷയ്ക്ക്, നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന NTPC പരീക്ഷയ്ക്ക് 2 ടയർ ആണ് ഉള്ളത്. CBT 1 ആൻഡ് CBT 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന്റെ ടയർ 1 ആൻഡ് ടയർ 2 എന്നിങ്ങനെ 2 പരീക്ഷകളാണ് നമുക്കുള്ളത്. ഇനി ഫോർച്ചുനേറ്റ്ലി ഭാഗ്യവശാൽ ഈ 2 പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഒരേ സിലബസ് തന്നെയാണ് പഠിക്കാനുള്ളത്. സെയിം സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നോട്ടിഫിക്കേഷൻ വന്നാൽ ശ്രദ്ധിച്ചേക്കണം, നോട്ടിഫിക്കേഷൻ വന്നാൽ എക്സാം, ഏത് എക്സാം, CBT 1 എക്സാമിന് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടാനായിട്ട് പോകുന്നത് 120 ദിവസങ്ങളാണ്. ഇനി CBT 1 വന്നാൽ അല്ലെങ്കിൽ CBT എക്സാം 1 കഴിഞ്ഞാൽ CBT 2 എക്സാമിന് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടാനായിട്ട് പോകുന്നത് ഏകദേശം 2 മാസം സമയമാണ്. 2 മാസം സമയം കറക്റ്റ് കഷ്ടിയാണ് കിട്ടുന്നത്. കാരണം ഇപ്പോൾ 2025 NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം കഴിഞ്ഞ് 45ാമത്തെ ദിവസം അതിന്റെ റിസൾട്ട് വന്നു. 45ാമത്തെ ദിവസം റിസൾട്ട് വന്ന് ആ റിസൾട്ടിന്റെ PDF-നകത്ത് കൊടുത്തിരിക്കുകയാണ് 20 ദിവസം കഴിഞ്ഞാൽ പരീക്ഷയാണ് എന്ന് പറഞ്ഞാൽ 65 ദിവസം 70 ദിവസം കഷ്ടിയാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. എന്തിന്? CBT 1 CBT 2 ഇടയിൽ. അപ്പോൾ മൊത്തത്തിൽ 120ഉം 60ഉം ഒരു 6 മാസ കാലയളവ് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് NTPC എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് മനസ്സിലായേ? നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. CBT 1 കോംബോ കോഴ്സ് എന്നല്ല എഴുതിയിരിക്കുന്നത്. CBT 1 എന്നും CBT 2 എന്നും രണ്ടും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് പറ്റും. CBT 1 നമുക്ക് 120 ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണുള്ളത്. 120 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ. അതിനെ നമ്മൾ വീക്ക് 1 തൊട്ട് 17ാമത്തെ ആഴ്ച വരെ ഓരോ ആഴ്ചയിലും പഠിക്കേണ്ട ക്ലാസ്സുകൾ, ടെസ്റ്റുകൾ എല്ലാം അടങ്ങുന്ന രീതിയിൽ ഫോൾഡർ സ്ട്രക്ചർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഷെഡ്യൂൾ തരുന്നത്. ആ ഷെഡ്യൂൾ പ്രകാരമാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. 120 ദിവസം കൊണ്ട് CBT 1 സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യും. ഇനി CBT 1 കഴിഞ്ഞാൽ CBT 2. CBT 2നും CBT 1നും സെയിം സിലബസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. CBT 2 നിങ്ങൾക്ക് 60 ദിവസം കൊണ്ട് റിവൈസ് ചെയ്യുന്ന ഭാഗത്തിലാണ് CBT 2ന്റെയും സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ നിങ്ങൾക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാൻ താല്പര്യമുള്ള കുട്ടികൾ ഞാൻ പറഞ്ഞുതരാം, 120 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. CBT 2ന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 60 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ കോഴ്സിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഈ വരുന്ന 13ാം തീയതി, ജൂലൈ 13ാം തീയതി നമ്മൾ ഈ കോഴ്സ് NTPCയുടെ കോംബോ ബാച്ച് 2026 ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടാണെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് NTPC എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പരീക്ഷകളിൽ ഒന്നാണ് NTPC എക്സാം എന്ന് പറയുന്നത്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.